ജാഫലിയിലെത്തി ബസ്സിൽ കയറി ഇനി നേരെ അബുദാബിക്ക് പോവാണ്. നാട്ടിൽ പോകാനുള്ള എല്ലാം റെഡിയായി. ലിജു നമ്മളെ ഇവിടെ കൊണ്ടുവിട്ട് ബസ് സ്റ്റേഷനിൽ നമ്മൾ പോകാൻ നോക്കുന്നു കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ ഇനി എയർപോർട്ടിൽ വെച്ച് കാണാം. അപ്പം ഞങ്ങൾ നാട്ടിൽ പോകാൻ സെറ്റായി ബസ്സിൽ കയറി ഇരുന്നു കേട്ടോ. അവിടെ നമുക്ക് 10:15 ഫ്ലൈറ്റ്. ഇനി നമുക്ക് അബുദാബി എയർപോർട്ടിലെത്തുമ്പോൾ കാണിക്കാം. അപ്പോൾ നമ്മളെ ലിജു ഇവിടെ 4:20 എത്തിച്ചു. ഇന്നലെ അവർ ലിജുവും പീയൂഷും കൂടെ വന്നായിരുന്നു രാത്രി പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് രാത്രി തന്നെ നമ്മൾ ലഗേജൊക്കെ ലിജുവിന് വണ്ടിയിൽ എടുത്തു വെച്ചു. എന്നിട്ട് ജസ്റ്റ് ഹാൻഡ് ബാഗും നമ്മൾ റെഡിയായി വന്നാൽ മതിയായിരുന്നു. 3:50 ലിജു എത്തി താഴെ അല്ലേ. നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് റെഡിയായി 4 മണി ആയപ്പോഴാണ് താഴേക്ക് ഇറങ്ങിയത്. എന്നിട്ട് ഞങ്ങൾ ഇവിടെ കൊണ്ട് 4:20 കറക്റ്റ് കൊണ്ട് വിട്ട്. പാവം ഇന്നലെ ഉറങ്ങിയിട്ട് വരെയില്ല. ഞങ്ങൾ രണ്ടുപേരും ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ല. പിള്ളേർ 3 പേരും കുറച്ചേ ഉറങ്ങി, എന്നാലും അധികം ഉറങ്ങിയിട്ടില്ല അല്ലേ. 1:30 ഇസക്കുട്ടിയൊക്കെ ഉറങ്ങിയത്. എന്നിട്ട് നേരത്തെ എണീറ്റു. ഇവരെ വിളിച്ചോടെ ചാടി എണീറ്റു കേട്ടോ പിള്ളേർ. ഏതെങ്കൂട്ടൻ ചാടി എണീറ്റ് എല്ലാവരും എണീപ്പിച്ചു. ഇസക്കുട്ടീനെ ഇവക്കുട്ടീനെ എണീപ്പിച്ചു. ചെറുതായിട്ടൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ വേഗം ഇറങ്ങി. കുറച്ച് പാക്ക് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അവിടെ ചെല്ലുമ്പോൾ വേണം എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ കഴിക്കാം അല്ലേ. അപ്പോൾ ശരി, ഇനി നമുക്ക് അബുദാബി എയർപോർട്ടിലെത്തുമ്പോൾ കാണാം. അങ്ങനെ നമ്മൾ അബുദാബി എയർപോർട്ടിലെത്തി. നമ്മൾ അവിടുന്ന് കറക്റ്റ് 4:30 കയറിയതാണ്. ഇവിടെ 6:20 എത്തി. ഇനി നമ്മൾ ഒത്തിരി നേരത്തെ 1 മണിക്കൂർ 50 മിനിറ്റ് എടുത്തുള്ളൂ ഇവിടെ എത്താനായിട്ട് കേട്ടോ. നമ്മൾ കുറേ നേരത്തെ എത്തി. ഇവിടെ 10:15 നമ്മുടെ ഫ്ലൈറ്റ്. നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. ഇനി പതുക്കെ സമയമെടുത്ത് പിള്ളേർക്ക് വല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് അകത്ത് കയറിയാൽ മതി. ഇത്രയും നേരം പരവര വെളുത്തപ്പം നമ്മളിവിടെ എത്തി. അതുകൊണ്ട് ഇനി റഷ് ഇല്ലാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമ്മൾ അവിടുന്ന് കയറിയിട്ട് RTയുടെ ബസ് നല്ല സൗകര്യമായിരുന്നു കേട്ടോ. ആ ബസ്സിൻ്റെ അടിയിലത്തെ തട്ടിലാണ് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. നല്ല സേഫായിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് വെക്കാം. പിന്നെ ലഗേജും വെക്കാം, ഹാൻഡ് ബാഗിൻ്റെ ഇതും എല്ലാം നമുക്ക് അതിനകത്ത് വെക്കാൻ പറ്റും. ആ ബസ്സിൻ്റെ താഴെ ഭാഗം ഓപ്പണായി കാണുന്നുണ്ട്. അടുത്ത ആൾക്കാർ അതിന് കയറി ദുബായിക്ക് പോകാൻ വേണ്ടിയിട്ട് കയറുന്നതാണ്. അപ്പോൾ അവരെ ലഗേജ് അവിടെ വെക്കുന്നതും എടുക്കുന്നതും കാണാം നമ്മുടെ പിറകിൽ. അപ്പോൾ ഇതെല്ലാം നമ്മൾ അതിൻ്റെ അകത്ത് വെച്ചു. അതുകൊണ്ട് നമുക്ക് പിന്നെ നമ്മുടെ കയ്യിൽ സാധനങ്ങളൊന്നും ഇല്ലാതെ അകത്ത് കയറിയിരിക്കാം. സേഫാണ് എല്ലാ കാര്യങ്ങളും. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തി ഇറങ്ങാൻ സമയത്ത് നമ്മൾ ഹാൻഡ് ബാഗിൻ്റെ ബാഗ് അടക്കം ഉള്ളത് നമ്മൾ താഴെ നിന്ന് എടുത്തത്. അപ്പോൾ നമ്മളിനി ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. എല്ലാം സെറ്റാണ്. ഉള്ളിലേക്ക് കയറാൻ പോകുന്നു. കയറാം ഇവക്കുട്ടി, ആഘോഷമായിട്ട് ഒന്നിക്കോ. ഇസക്കുട്ടി ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇസക്കുട്ടി രാത്രി മര്യാദയ്ക്ക് ഉറങ്ങിയില്ലായിരുന്നു, അതുകൊണ്ട് ഉറങ്ങുക. ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ സ്വെറ്ററൊക്കെ എല്ലാവരും ഇട്ടു. അപ്പോൾ ശരി, എന്നാൽ നമുക്ക് ഉള്ളിലേക്ക് പോകാം.